എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, വേദന. ഞാൻ എണീറ്റിരുന്ന് നേരം കരഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ദിവസങ്ങൾ. 2011 ആ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ടുള്ള കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. യൂറിൻ വയറിനകത്ത് നിറയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് 2013 ആയപ്പോഴത്തേക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ബ്രദർ ഇങ്ങനെ വെറുതെ തല കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയി. കുറേ നേരം പ്രാർത്ഥിക്കില്ല എന്ന് ചിന്തിച്ചു. അന്ന് മുതൽ 10 വർഷം വരെയും ആ ഒരു ബുദ്ധിമുട്ടില്ല. മനസ്സിൽ പ്രാർത്ഥിച്ചു, ബ്രദറിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയും. ഇടതുവശത്തുള്ള കൈ അടിച്ചുകൊണ്ടിരിക്കുന്ന പച്ച ചുരിദാറിട്ടിരിക്കുന്ന സിസ്റ്റർ, നിങ്ങളുടെ യൂട്രസ് യേശു നിങ്ങൾക്കൊരു സൗഖ്യം തരുവോ? നിങ്ങൾക്കൊരു അത്ഭുത വിടുതലുണ്ടാവുക. ആ സമയത്ത് എൻ്റെ അടിവയറിൽ കൂടെ എന്തോ വലിച്ചു മുറിക്കും പോലത്തെ ഒരു വേദന അനുഭവപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം ഇല്ലായിരുന്നു. എവിടെ പോകണോ ആ സ്ഥാനത്ത് എല്ലാവരുടെ ഞാൻ എൻ്റെ ഈ സാക്ഷി എല്ലാവരുടെ ഞാൻ പറയും, ഇങ്ങനെ ഒരു ആരാധനയുണ്ട്, അവിടെ പോയിട്ടാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിയെന്ന്. ഒരു ഹോസ്പിറ്റലിൽ പോലെ ഒരു ജോലിക്ക് പോലെ എവിടെ പോയാലും ഞാനിത് പറയും. പ്രിയ റാണി സിസ്റ്ററാണ്. നെയ്യാറ്റിൻകരയിൽ പെരിങ്കടവിള എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ചെയ്തൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് പറയാൻ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് തൻ്റെ കിഡ്നിയിലുണ്ടായ സൗഖ്യം, അതുപോലെ ബ്രസ്റ്റിലുണ്ടായ സൗഖ്യം നമ്മോട് പറയാനായി കടന്നു വന്നിരിക്കുന്നു റാണി സിസ്റ്റർ. റാണി സിസ്റ്റർ പറഞ്ഞാട്ടെ, 10 വർഷം മുമ്പുണ്ടായ സൗഖ്യമാണ് അല്ലേ? 10 വർഷത്തിന് മുമ്പാണ്. 2011 ആ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ടുള്ള കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. 2011 സമയത്തൊക്കെ കിഡ്നിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രയാസം? 2 സൈഡിലും ഭയങ്കര വേദനയാണ്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക്, പകല് ഞാൻ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടെടുക്കും, പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള വേദന കൊണ്ട് എണീറ്റിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിക്കുന്നു. വേദന കാരണം എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. ആ വിധത്തിൽ പ്രയാസം ഉണ്ടായിരുന്നു. കട്ടിലിന്റെ മൂട്ടിലിരുന്ന് കമന്നിരുന്ന് കരയുമായിരുന്നു. കമഴ്ന്ന് കിടക്കാൻ പറ്റില്ല, കരിഞ്ഞു കിടക്കാൻ പറ്റില്ല, നൂന്ന് കിടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ലായിരുന്നോ? ഹോസ്പിറ്റൽ അവസാനം കിടക്കയായ അവസ്ഥയായി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി. അങ്ങനെ ആദ്യത്തെ ആ ഒരു വലിയ അവസ്ഥയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നു. പക്ഷേ എങ്കിലും പിന്നെയും 3-4 വർഷത്തോളം ഈ ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് നടന്നു. രാത്രിയാകുമ്പോൾ എല്ലാ ദിവസവും ഇതുപോലെയാണ്. യൂറിൻ വയറിനകത്ത് നിറയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, വേദന. ഞാൻ എണീറ്റിരുന്ന് നേരം കരഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ദിവസങ്ങൾ. നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം തോന്നും. രാത്രി ഉറക്കമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഓക്കെ, മെഡിസിൻസ് ഒന്നും കഴിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്? കഴിച്ചിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഡോക്ടേഴ്സ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവില്ല. പിന്നെ രാത്രി ഇത് ഇങ്ങനെ വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. വേദനയ്ക്കുള്ള വേദന. അങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് 2013 ആയപ്പോഴത്തേക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന്. അത് ഡോക്ടറെ ശരിക്കും കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ലവണ്ണം അത് കാരണം എന്തോ പെയിനും വേദനയൊക്കെ ഉണ്ടായിരുന്നോ? വേദനയായിട്ടില്ല, എനിക്കത് പുറത്ത് നന്നായിട്ട് അറിയാമായിരുന്നു. ആ വിധത്തിൽ മഴ ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ നമ്മുടെ ചർച്ചിലോട്ട് കടന്നു വന്നത്? ഞാൻ ഫ്ലവേഴ്സ് ചാനലിലെ മീറ്റിംഗ് കാണുമായിരുന്നു. ഫ്ലവേഴ്സിൽ നമ്മുടെ മീറ്റിംഗ് കാണുമായിരുന്നു. കണ്ട് ഭയങ്കര വിശ്വാസമായി എനിക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ബ്രസ്റ്റിലെ മുഴയ്ക്ക് അവസാനം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ ആശുപത്രിയിലൊന്നും പിന്നെ പോയില്ല. ഇത് വെച്ചുകൊണ്ട് അങ്ങ് നടന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ പറഞ്ഞ് നമുക്ക് എന്തായാലും ഇവിടെ ഒരു മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. ട്രിവാൻഡ്രത്ത് മീറ്റിങ്ങിന് വന്നു. തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് വന്നു. എവിടെയാ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്? സെന്റ് ജോസഫിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അല്ലേ? അപ്പം മീറ്റിങ്ങിന് ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ എത്തി. എന്നിട്ട് ബ്രദർ വന്നപ്പോൾ താമസിച്ചു. രാത്രി 12 മണിയോളമായി ഞാൻ വീട്ടിൽ. അപ്പോൾ ടോക്കണാണ് എടുക്കണേ. ടോക്കൺ എടുത്ത് പ്രാർത്ഥിക്കാനായി നിന്നപ്പോൾ ബ്രദർ ഇങ്ങനെ വെറുതെ തല കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയി. വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം ഞാനും വിചാരിച്ച് പതുക്കെ ഇങ്ങനെ തലയെ വെച്ചിട്ട് ഒരു കുറേ നേരം പ്രാർത്ഥിക്കില്ല എന്ന് ചിന്തിച്ചു. ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. പക്ഷേ ഞാൻ പോയത് ഈ 2 അസുഖം എനിക്കുണ്ട്. പക്ഷേ കിഡ്നിയുടെ പ്രശ്നം, ബ്രസ്റ്റ് മുഴ. പക്ഷേ എനിക്ക് അന്ന് മാറിയത് കിഡ്നിയുടെ പ്രശ്നമാണ് മാറിയത്. അന്ന് മുതൽ 10 വർഷം വരെയും ആ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ പിറ്റേ മാസം ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്ത് തന്നെ ഒരിക്കൽ കൂടി വന്നു മീറ്റിങ്ങിന്. അന്ന് ബ്രദർ പറഞ്ഞ് മുഴയുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ബ്രദർ ഹാളിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്ന് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ
ആ സമയത്ത് ഞാനും മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹാളിൻ്റെ നടുക്കൂടെ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് തന്നെ എല്ലാവർക്കും സുഖമായി. ഒരു 10-50 പേരോളം സ്റ്റേജിൽ കയറി സാക്ഷി പറഞ്ഞു. എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു 3 ദിവസത്തിനകത്ത് വെച്ച് ഞാൻ നോക്കിയപ്പം ഈ മുഴ അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതെയായിരുന്നു. മുഴ പൂർണ്ണമായിട്ടും ഇല്ലാതായി ഇല്ലായിരുന്നു. അപ്പോഴെനിക്ക് ഒന്നും തോന്നിയില്ല. പക്ഷെ 3 ദിവസത്തിനകത്ത് വെച്ചാണ് ഈ മുഴ പൂർണ്ണമായിട്ടും മാറിയതായിട്ടുണ്ട്. അതുമുതൽ ഇതുവരെയും 10 വർഷമായി ഒരു കുഴപ്പമില്ല. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. സിസ്റ്റർ പറയുന്നത് തനിക്ക് കിഡ്നിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. 2011 മുതൽ 2 വർഷവും വേദനയായിരുന്നു. കിടക്കാൻ സാധിക്കത്തില്ല. രാത്രി എഴുന്നേറ്റിരുന്ന് കരയുകയാണ്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിൽ മുട്ടുമടക്കി നിന്ന് കരയുകയും ആ വിധത്തിൽ പ്രയാസത്തോടായിരുന്നു. രാവിലെ വരെ സിസ്റ്റർ ആ വിധത്തിൽ വളരെ വേദനയോടെ ആയിരിക്കും. ആശുപത്രിയിൽ പോയി മരുന്നുകൾ കഴിച്ചു, പക്ഷേ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ സെൻറ്റ് ജോസഫിൽ നടക്കുന്ന ആരാധനയിൽ ഏകദേശം 2015 ആ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റർ വരികയും ബ്രദർ പ്രാർത്ഥിക്കുകയും ചെയ്തു. സിസ്റ്റർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒത്തിരി നേരം തലേ കൈവയ്ക്കണമെന്ന് ആഗ്രഹിച്ചാണ് പോയത്. പക്ഷെ ബ്രദർ ജസ്റ്റ് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്നേ ദിവസം തൊട്ട് തന്നെ കിഡ്നിയുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോയി. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് താൻ വന്നെന്നാണ് താൻ സാക്ഷ്യം പറയുന്നത്. എന്നാൽ അപ്പോഴും മറ്റൊരു പ്രയാസം തനിക്ക് ഉണ്ടായിരുന്നത് ബ്രസ്റ്റിൽ മുഴയായിരുന്നു. അത് കാണത്തക്ക വിധത്തിൽ, അല്ലേ, അത്യാവശ്യം വലുപ്പം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു, അല്ലേ, പുറത്തറിയാൻ പറ്റുന്ന വിധത്തിൽ മുഴയുണ്ടായിരുന്നു. എന്നാൽ അടുത്ത മാസത്തെ മീറ്റിംഗിൽ വീണ്ടും കടന്നു വന്നു. അന്ന് ഹാളിൽ ഇറങ്ങി ബ്രദർ പ്രാർത്ഥിച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിൻ്റെ നടുവിൽ അനേകം മുഴകളുള്ളവർ സൗഖ്യമായി. സിസ്റ്ററിന് അപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ മുഴ അവിടെ കാണാനില്ല. അത്ഭുതകരമായൊരു വിടുതലാണ് റാണി സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പല ആവർത്തി ഇവിടെ ആരാധനയ്ക്ക് വന്ന്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് സാക്ഷി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. എന്നിട്ട് പക്ഷെ ഞാൻ എവിടെ പോകണോ ആ സ്ഥാനത്ത് എല്ലാവരടുത്തും ഞാൻ എൻ്റെ ഈ സാക്ഷി എല്ലാവരടുത്തും ഞാൻ പറയും, ഇങ്ങനെ ഒരു ആരാധനയുണ്ട്, അവിടെ പോയിട്ടാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിയെന്ന്. ഒരു ഹോസ്പിറ്റലിൽ പോലെ ഒരു ജോലിക്ക് പോലെ എവിടെ പോയാലും ഞാനിത് പറയും. പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ ഞാൻ മീറ്റിങ്ങിന് വന്നു. 15-ാം തീയതി ഇവിടെ മീറ്റിംഗ് വന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദർ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴ് ആ സമയത്ത് ആ വർഷത്ത് എനിക്ക് വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാണാനൊന്നും ഞാൻ പോയില്ല. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ അടിവയറിന് നല്ല ബുദ്ധിമുട്ട്, വീക്കം, 2 സൈഡ് കാല് വേദന, അങ്ങനെ നല്ലതായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ വരെ എനിക്ക് കുനിഞ്ഞ് തൂക്കാൻ കഴിയില്ല. കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ തൂക്കാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വേദനയാണ്, നല്ല ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. ചേട്ടനും അല്ലാതെ 1-2 പേര് മാത്രമേ അറിഞ്ഞാളൂ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ബ്രദറിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയും എന്ന് മാത്രം പറഞ്ഞു. അപ്പം അവസാനം എല്ലാ ആരാധനയും കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പം ബ്രദർ പറഞ്ഞ്, അവിടെ ടിജോ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ സൈഡിൽ അതാ ഒരു പച്ച ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞ്. അപ്പം ഞാൻ കണ്ണു തുറന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ബ്രദർ പറഞ്ഞ്, നിന്നെ തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിന്റെ യൂട്രസിനെ മുഴുവനും ദൈവം പിടിവിക്കാൻ പോവേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടിവയറിൽ കൂടെ എന്തോ വലിച്ചു മുറിക്കും പോലത്തെ ഒരു വേദന, ആ സമയത്ത് മുറിക്കും പോലെ ഒരു വേദന അനുഭവപ്പെട്ടു വയറ്റിന്റെ ഭാഗത്ത്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം ഇല്ലായിരുന്നു. പൂർണ്ണമായും ദൈവം എന്നെ വിടുവിച്ചു. ഇടതുവശത്തുള്ള ആ കൈ അടിച്ചോണ്ടിരിക്കുന്ന പച്ച ചുരിദാറിട്ടിരിക്കുന്ന സിസ്റ്റർ, നിങ്ങളുടെ യൂട്രസിനകം യേശു നിങ്ങൾക്കൊരു സൗഖ്യം തരുവോ? നിങ്ങൾക്കൊരു അത്ഭുത വിടുതലുണ്ടാവുക. ഇത് കഴിഞ്ഞ 2024 ഒക്ടോബർ കാട്ടാക്കട ദേവി ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ നടന്ന മീറ്റിംഗിലുണ്ടായ അത്ഭുതമാണ്. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, അല്ലേ സിസ്റ്റർ? ഇങ്ങനെ ചിന്തിച്ചു, ബ്രദർ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന്. എന്നാൽ അത്ഭുതകരമായി ദൈവം പ്രവചനാത്മാവിൽ ബ്രദർ വിളിച്ചു. ഇപ്പോൾ ആ സാക്ഷ്യത്തോടായിരിക്കുന്നു. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രധാനമായും സിസ്റ്റർ നമ്മളോട് സാക്ഷ്യം പറയാൻ ആയിരുന്നത് 2015-ാം ആണ്ടിൽ സെൻറ്റ് ജോസഫിൽ വെച്ച് നടന്ന മേജറായ 2 മിറക്കിളുകളാണ്. കിഡ്നിയുടെ പ്രയാസം പൂർണ്ണമായി സൗഖ്യമായി, മുഴ അപ്രത്യക്ഷമായി പോയി, എല്ലാവിധ പ്രയാസങ്ങളും മാറിയെന്നാണ് സിസ്റ്റർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ ഹാളിൽ വെച്ച് ബ്രദർ ആലോചന പറഞ്ഞു, യൂട്രസിനകത്തുള്ള വേദനകൾ, നീര്, എല്ലാ പ്രയാസങ്ങളും, വലിഞ്ഞു മുറുകുന്ന വേദനകളെല്ലാം പൂർണ്ണമായി സൗഖ്യമായി എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് അസാധാരണമായ കാര്യമാണ്. ഇന്നത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വിധത്തിൽ യേശു ചെയ്യാൻ
ചെയ്യാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അഭിഷിക്തൻ ഓരോരുത്തരോടും ആലോചനകൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും ഇടപെടാൻ പോകുകയാണ്. അസാധാരണമായ സൗഖ്യങ്ങൾ ഇന്ന് സംഭവിക്കും. രോഗശാന്തി വെളിപ്പെടും, വിടുതലുകൾ സംഭവിക്കും. റാണി സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ ആ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്ന സകലർക്കു വേണ്ടിയും അവൻ പ്രവർത്തിക്കാൻ മതിയായവനാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ.